വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ആയിട്ട് നമ്മുടെ +1 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ആയിട്ട് നമുക്ക് +1 റിസൾട്ട് വരുന്നത്. മെയ് 28 നമ്മൾ +1 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ 10th പാസ്സായിട്ട് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്കൊരു പബ്ലിക് റിസൾട്ട് ഇതുപോലെ വരുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. കാരണം 10ാം ക്ലാസ് പോലെ A+കൾ മാത്രമല്ല നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുക. നിങ്ങളുടെ റിസൾട്ടിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരുത്തുന്ന രീതിയിലുള്ള മാർക്കുകൾ എടുക്കുന്നുണ്ടാവും. CE മാർക്ക് ഉണ്ടാവും, TE മാർക്ക് ഉണ്ടാവും, പിന്നെ ടോട്ടൽ മാർക്ക് ഉണ്ടാവും. അങ്ങനെ 3 തരം മാർക്കുകൾ നിങ്ങൾക്ക് കാണാം. മാക്സിമം സ്കോർ കാണാം, അതുപോലെ മാർക്ക് ഒബ്റ്റെയിൻഡ് കാണാം. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് വന്നവരെ, അത് ഒരുപാട് പേർക്ക് A+ ഉണ്ട്, അതുപോലെ തന്നെ പാസ്സായവരുണ്ട്, ഡബിൾ പാസ്സായവരുണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിസൾട്ട് വെച്ചിട്ട് എന്തൊക്കെയാണ് അതിലുണ്ടാവുന്നത് നോക്കാം. എല്ലാ സംശയങ്ങളും നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൊമേഴ്സ് കുട്ടികളുടെ ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. +1, +2 കൊമേഴ്സ് കുട്ടികളുടെ ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത് +1 റിസൾട്ടിൽ നമുക്ക് 3 തരം മാർക്കുകൾ കാണാം. ടോട്ടൽ മാർക്ക്, മാക്സിമം സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട്. CE എന്ന് പറയുന്ന മാർക്ക് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 20 ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ഇടുന്ന മാർക്കാണ്. നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടാണ് CE എന്ന് പറഞ്ഞ C മാർക്ക്. TE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുത്ത് പരീക്ഷ, അപ്പോൾ നിങ്ങൾക്ക് 80-ലാവാം, ചിലപ്പോൾ 80-ലുള്ള മാർക്കാവാം. ചില സബ്ജക്റ്റുകൾ നമുക്ക് 60-ലാണ് മാർക്ക് വരാറ്. അപ്പോൾ TE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ എഴുതിയിട്ടുള്ള മാർക്കാണ്. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത മാർക്കാണ് 80-ലും 60-ലും. ഇത് രണ്ടും കൂടി ടോട്ടലായിട്ട് നമുക്ക് മാക്സിമം സ്കോർ 100-ലുള്ള മാർക്കും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ TE മാർക്കാണ്. അത് നോക്കിയിട്ടാണ് നിങ്ങൾ ആ സബ്ജക്റ്റിൽ പാസ്സായോ അല്ലെങ്കിൽ ഫെയിൽഡ് ആയോ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മെയ് 28 ആണ്. കുറേ സ്റ്റുഡൻസ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല റിസൾട്ട് വന്നതൊന്നും. അപ്പോൾ എല്ലാവരും റിസൾട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെയ് 28 ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ. സാധാരണ നമുക്ക് ജൂൺ, ജൂലൈ ഒക്കെയാണ് റിസൾട്ട് വരാറ്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ല നേരത്തെ എക്സാം റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി നമുക്ക് 2 സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. AFSകാർക്ക് 80-ലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും CAക്കാർക്ക് 60. CA എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റ്, മാത്സ്, പൊളിറ്റിക്സ്, ഇതൊക്കെ നമുക്ക് 60 മാർക്കിലായിരിക്കും എക്സാം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് 80-ലും 60-ലും ആണ്. അത് ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾ നോക്കുക. കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ആണ് മിസ് പറയുന്നത് കേട്ടോ. ദെൻ പാസ് മാർക്ക് എത്രയാണ്? അടുത്ത സബ്ജക്റ്റ് നിങ്ങളുടെ സംശയമാണ്. പാസ് മാർക്ക് എത്രയാണ്? പാസ് മാർക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പം മിസ് പറഞ്ഞതുപോലെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ TE മാർക്ക് ശ്രദ്ധിക്കുക. C മാർക്ക് നിങ്ങൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്ക് 100-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ ഗ്രേഡ് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ 2 മാറ്റങ്ങൾ മാത്രമാണ് ആ 20-ൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത്. TE എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ 80-ൽ എഴുതിയ എക്സാം ആയിക്കോട്ടെ, 60-ൽ എഴുതിയ എക്സാം ആയിക്കോട്ടെ. 80-ൽ എഴുതിയ എക്സാം ആണ് എങ്കിൽ നിങ്ങൾക്ക് 24 കിട്ടണം. 24 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പാസ്സാണ്. 24 കിട്ടണം. അതിൽ നിങ്ങളപ്പോൾ എന്താണ്, പാസ്സായി. ദെൻ 60-ലുള്ള എക്സാം ആണെങ്കിൽ 18th കിട്ടിയാൽ നിങ്ങളതിൽ പാസ്സായി. 18 മാർക്കെങ്കിലും നിങ്ങൾ കിട്ടണം. അപ്പോൾ +1-ലാണ് നിങ്ങൾക്ക് ഇപ്പോൾ 24-ഉം 18-ഉം റിസൾട്ട് വന്നെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിൽ പാസ്സാണ്. എല്ലാ സബ്ജക്റ്റും നോക്കുക. 60-ലുള്ള സബ്ജക്റ്റുകൾ നോക്കുക. 60-ലുള്ള സബ്ജക്റ്റ് മിസ് പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ മാത്സ് ഒക്കെയാണ് വരിക. ബാക്കി അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും നമുക്ക് 60 മാർക്കിനാണ് വരിക. അപ്പോൾ 60-ലാണെങ്കിൽ 18-ഉം 80-ലാണെങ്കിൽ 24 ആണ് നമ്മുടെ മാർക്ക്. പാസ് മാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡബിൾ പാസ് ആണോ എന്ന് ചോദിക്കും എല്ലാവരും. എന്താ ഡബിൾ പാസ് എന്ന് വെച്ചാൽ +1-ലത്തെ പാസ് മാർക്കും +2-ലെ പാസ് മാർക്കും നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ പാസ് കിട്ടി. ഡബിൾ പാസ് കിട്ടിയതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ പാസ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇനി +2-ൽ എക്സാം എഴുതിയില്ലെങ്കിലും നിങ്ങൾ പാസ്സാണ്. അതായത് +2-ൽ ഓൾറെഡി നിങ്ങൾ എക്സാം എഴുതിയില്ല, ഉഴപ്പി നടക്കാം, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പാസ്സാവേണ്ടവർ മാത്രം കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡബിൾ പാസ് കിട്ടിയവരുടെ ഗുണം എന്താണ്? നിങ്ങൾക്ക് ഇനി +2 എങ്ങനെ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ +2 കടന്നു. അതാണ് ഡബിൾ പാസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 80 സബ്ജക്റ്റിൽ നിങ്ങൾ +1-ൽ 24-ഉം +2-ൽ 24-ഉം കൂടെ കൂട്ടി 48 കിട്ടിയോ എന്ന് നോക്കുക.
48 കിട്ടിയിട്ടുണ്ടോ നോക്കുക. 80 സബ്ജക്റ്റുകളെ 60 സബ്ജക്റ്റ് ആണ് എങ്കിൽ 18 മാർക്ക് +1 18 മാർക്ക് +2 നോക്കി നിങ്ങൾക്ക് 36 കിട്ടിയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ 36 48 നിങ്ങൾക്ക് TE, നമ്മളത് TE എക്സാം മാത്രമാണ്. അതായത് നിങ്ങൾ എഴുത്ത് പരീക്ഷ, നിങ്ങൾ സി മാർക്ക് നോക്കരുത്. സി മാർക്ക് നോക്കിയിട്ടല്ല നമ്മൾ പാസ് പറയുന്നത്, നമ്മൾ എഴുതിയ പരീക്ഷ നോക്കിയിട്ടാണ് നമ്മൾ പാസ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇപ്പം മാർച്ചിൽ എഴുതിയത് നോക്കിയിട്ടേ നമ്മൾ പാസും ഡബിൾ പാസും പറയുള്ളൂ. അപ്പം 48 36 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ പാസ്സാണ്. +2 നിങ്ങൾക്ക് ഇനി ഒരു മാർക്ക് വാങ്ങിയാലും നിങ്ങൾ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതാണ് ഡബിൾ പാസ് എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ട് ഇപ്പോഴും. നിങ്ങൾ 10 കേട്ടിട്ടുണ്ടാവില്ല എന്താണ് ഡബിൾ പാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡബിൾ പാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും 48 36 ഉണ്ടോ നോക്കുക. 80 പരീക്ഷയിൽ 48 ഉണ്ടോ നോക്കുക. 60 പരീക്ഷയിൽ 36 ഉണ്ടോ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് A+. A+ നമുക്ക് ഇങ്ങനെ നോക്കാം. 80 പരീക്ഷയാണെങ്കിൽ നിങ്ങൾ 70 വാങ്ങിയാൽ നിങ്ങൾക്കത് A+ ആണ്. കാരണം 100 90 കിട്ടിയാൽ മതി. സി മാർക്ക് നിങ്ങൾക്ക് 20 ഉണ്ടായിരിക്കണം കേട്ടോ. സി മാർക്ക് 20 ഉണ്ടായിരിക്കണം. 100 90 ആണ് A+. 80 72 ആണ് A+. അതായത് 60 മാർക്കിലുള്ള പരീക്ഷയിൽ നമ്മൾ 20 മാർക്ക് സി മാർക്കും കൂടെ കൂട്ടുക. 80 72 100 90 ആണ്. അപ്പോൾ 80 നിങ്ങൾ 70 വാങ്ങിയാൽ മതി, 20 സി മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 100 നിങ്ങൾക്ക് 90 ഉണ്ടെങ്കിൽ A+ ആണ്. 80 നിങ്ങൾക്ക് 72 ഉണ്ടെങ്കിൽ A+ ആണ്. ഈ 72ന് 70 വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അടുത്ത കൊല്ലം നിങ്ങൾക്കത് എങ്ങനെയും ഇതേ ലെവലിലാണ് നിങ്ങൾ പഠിത്തുന്നുണ്ടെങ്കിലും ഓക്കെ ആവും. പിന്നെ സി മാർക്ക് 20 ഇല്ലേന്ന് നോക്കാം. ചില സ്റ്റുഡൻസിന് 19 18 17 ഒക്കെ സി മാർക്കുള്ളൂ. അപ്പം നമ്മൾ 70 വാങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് ടോട്ടൽ 90 72 കിട്ടണം. ഓക്കെ, അപ്പോൾ A+ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് നമുക്കിതിൽ ഏതിൽ ഗ്രേഡ് നോക്കാം. 80 ഗ്രേഡ് നോക്കണോ, 100 ഗ്രേഡ് നോക്കണോ? 60 എക്സാം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ 60 എക്സാം എഴുതിയിട്ടുണ്ട്, 80 ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗ്രേഡ് നിങ്ങൾ നോക്കേണ്ടത് 100 ഗ്രേഡ് നോക്കുക, 80 ഗ്രേഡ് നോക്കുക. 80 എഴുതിയ എക്സാം ആണ് എങ്കിൽ 80 സബ്ജക്റ്റ് നമ്മുടെ എന്താ പറയുക, ബിസിനസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ 80 അത് 100 ഗ്രേഡ് നോക്കിയാൽ മതി. അക്കൗണ്ടൻസി, CA, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, മാത്സ്, അതൊക്കെ നിങ്ങൾ 80 ഗ്രേഡ്. അപ്പോൾ 80 100 ഗ്രേഡാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഗ്രേഡ് പോയിന്റ് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഇതാണ് ഗ്രേഡ് പോയിന്റ്. 90 100 കിട്ടിയ A+ ആണ്. അപ്പോൾ 100 മാർക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ 100 എനിക്ക് എത്രയാണ്, നിങ്ങൾ ടോട്ടൽ മാർക്ക് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ടോട്ടൽ മാർക്ക് നമുക്ക് അതിൽ കാണിച്ചിട്ടുണ്ടാവും. ആ ടോട്ടൽ മാർക്ക് മതി നിങ്ങൾ ഗ്രേഡ് നോക്കുക. പാസ്സാവണമെങ്കിൽ TE മാർക്കാണ് നോക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. TE മാർക്ക് നോക്കിയിട്ടാണ് പാസ്സായോ എന്ന് നോക്കുക. പാസ് ആയോ നമ്മൾ നോക്കുന്നത്. ദെൻ ഗ്രേഡ് നമ്മൾ നോക്കുന്നത് 100 മാർക്കാണ്. 100 എനിക്ക് എത്ര കിട്ടി, അതാണ് നമ്മളെ ഗ്രേഡ് നോക്കാനായിട്ട് ഉപയോഗിക്കുക. ഇത് രണ്ടും നന്നായി അറിയാം. 100 എക്സാമിൽ 90 ആണെങ്കിൽ A+, 80 മേലെ A, 70 മേലെ B+, 60 മേലെ B, 50 മേലെ C+. 80 ആണെങ്കിൽ 72 64 56 48 അങ്ങനെ അങ്ങനെ എന്ത് പോകുന്നു, 80 പോകുന്നു. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ചോദിക്കുന്ന കുട്ടികളുണ്ട്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്ക്, നിങ്ങൾക്ക് എത്ര മാർക്ക് ഒബ്റ്റെയിൻഡ് ചെയ്തു, ടോട്ടൽ മാർക്ക് ഒബ്റ്റെയിൻഡ് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ മാക്സിമം മാർക്ക്, നമുക്ക് എത്രത്തോളം മാർക്ക് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ നിലവിൽ നമുക്ക് +2 റിസൾട്ട് ടോട്ടൽ 580 560 പിന്നെ സയൻസ് സ്റ്റുഡൻസിന് 520 കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് 500 മാർക്കാണ് കിട്ടിയത് എങ്കിൽ ആ കുട്ടിയുടെ പെർസെൻറ്റേജ് എങ്ങനെ നോക്കാം, 500 ഡിവൈഡഡ് ബൈ 580 ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുക. ഇത് ആ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക്, ഇത് നമ്മുടെ മാക്സിമം മാർക്ക് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, പെർസെൻറ്റേജ് കിട്ടി. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക, ഗ്രേഡ് നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക, നിങ്ങൾ ഡബിൾ പാസ് ആയോ എന്ന് നോക്കുക, അതുപോലെ പാസ് മാർക്ക് കിട്ടിയവർ എത്രത്തോളം ഞാൻ പാസ്സാവാൻ വേണം എന്നുള്ളത് അത് നോക്കുക. അതേപോലെ ഓരോ മാർക്കും നിങ്ങൾ TE മാർക്ക് നോക്കുക, നിങ്ങൾ എഴുതിയത് സി മാർക്കുകൾ ഉണ്ടോ നോക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ദെൻ മാർക്ക് കുറവുള്ള കുട്ടികൾ +2 കൂടുതൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.